രണ്ടാമത്തേത് ലോഡ് ബാലൻസിങ് അപ്രോച്ചാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റത്തിൽ ഹൈ പെർഫോമൻസ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹ്യൂജ് പ്രോസസ്സിംഗ് പവറാണ് അവിടെ ഉള്ളത്. ഈ ഒരു സിസ്റ്റത്തിൽ വൈഡ് ഏരിയ നെറ്റ്വർക്കിൽ ഹ്യൂജ് നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് ഉള്ള കമ്പ്യൂട്ടേഴ്സാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സേഴ്സ് എലമെൻറ്റ്സിന് സിമ്പിളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്ന പ്രോസസ്സറിലോട്ട് ലോഡ് ചെയ്യിക്കുക എന്നുള്ളതാണ് ലോഡ് ബാലൻസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ലോഡ് ബാലൻസിങ് അൽഗോരിതം പറയുന്നത് ഒരു നെറ്റ്വർക്കിൽ എത്ര സിസ്റ്റംസ് ഉണ്ടോ അത്രയും സിസ്റ്റംസും ഒരേപോലെ ലോഡ് ബാലൻസ്ഡ് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ജോലി കൂടാനും പാടില്ല, ആരും വെറുതെ ഇരിക്കാനും പാടില്ല. ഇങ്ങനെ ലോഡ് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം എൻവയോൺമെൻറ്റിൽ കറക്റ്റ് രീതിയിലുള്ള എക്സിക്യൂഷൻ നടക്കുകയും മാക്സിമം പെർഫോമൻസ് മിനിമം എക്സിക്യൂഷൻ ടൈമിൽ കിട്ടുകയും ചെയ്യുമെന്ന് പറയുന്നു. ഡിസ്ട്രിബ്യൂട്ടിംഗ് കമ്പ്യൂട്ടിംഗ് എൻവയോൺമെൻറ്റിൽ കറക്റ്റായിട്ട് ജോബുകൾ അല്ലെങ്കിൽ ടാസ്കുകൾ അല്ലെങ്കിൽ പ്രോസസ്സേഴ്സിനെ ഡിഫറെൻ്റായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന പ്രോസസ്സേഴ്സിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുത്ത് ലോഡ് ബാലൻസ് ചെയ്യുക. അതാണ് ലോഡ് ബാലൻസിങ് അൽഗോരിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ പ്രോസസ്സുകൾ എങ്ങനെയാണ് ജോബ് മൈഗ്രേറ്റ് ചെയ്യിക്കുന്നത്? ഒരു പ്രോസസ്സറിൽ ലോഡ് കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ അൺഎക്സിക്യൂട്ടഡ് ആയിട്ടുള്ള പ്രോസസ്സുകൾ ഉണ്ടെങ്കിലോ അത് വേറുള്ള പ്രോസസ്സറിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ ത്രെഷോൾഡ് ലോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ത്രെഷോൾഡ് ലോഡ് കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും? പ്രോസസ്സർ അതിലുള്ള ജോബിനെ വേറെ നിയർ ബൈ നോഡ്സിലോട്ട് മൈഗ്രേറ്റ് ചെയ്യിപ്പിക്കും, എന്നിട്ട് അവിടെ എക്സിക്യൂട്ട് ചെയ്യും. ലോഡ് ബാലൻസിങ് സ്ട്രാറ്റജി കൊണ്ട് എല്ലാ പ്രോസസ്സും ഒരേപോലെ ബിസി ആവുകയും അതുപോലെ അവരുടെ വർക്ക് ഏകദേശം ഒരേ സമയത്ത് തീർക്കുകയും ചെയ്യുന്നു. ലോഡ് ബാലൻസിങ് അപ്രോച്ച് മെയിൻലി 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്റ്റാറ്റിക്, 2 ഡൈനാമിക്. സ്റ്റാറ്റിക് വീണ്ടും ക്ലാസിഫൈ ചെയ്ത് ഡിറ്റർമിനിസ്റ്റിക്കും പ്രോബബിലിസ്റ്റിക്കും ആക്കിയിട്ടുണ്ട്. അതുപോലെ ഡൈനാമിക് വീണ്ടും ക്ലാസിഫൈ ചെയ്ത് സെൻട്രലൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ആക്കിയിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂട്ടഡിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്ത് കോപ്പറേറ്റീവും നോൺ കോപ്പറേറ്റീവും ആക്കി. സ്റ്റാറ്റിക് ലോഡ് ബാലൻസിങ് എന്താണെന്ന് നോക്കാം. ശരിക്കും ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പൈൽ ടൈമും റൺ ടൈമും ഉണ്ട്. കമ്പൈൽ ടൈമിൽ എറർ ചെക്കിങ്ങും സിൻടാക്സ് ചെക്കിങ്ങും ഒക്കെയാണ് നടക്കുന്നത്. അതുപോലെ റൺ ടൈമിൽ ഓരോ വേരിയബിൾസിൻ്റെയും വാല്യൂ അസൈൻ ചെയ്ത് അതിന് കറക്റ്റ് എന്താണോ ആ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ റിസൾട്ടിലോട്ട് എത്തിക്കുകയാണ് റൺ ടൈം ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് ലോഡ് ബാലൻസിങ്ങിൽ ഒരു പ്രോസസ്സിനെ പ്രോസസ്സറിലോട്ട് അസൈൻ ചെയ്യുന്നത് കമ്പൈൽ ടൈമിലായിരിക്കും. സ്റ്റാറ്റിക് ലോഡ് ബാലൻസിൽ ഓരോ നോഡിലും എത്രത്തോളം ജോബുകളാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റിക് ലോഡ് ബാലൻസിങ് അൽഗോരിതം 2 രീതിയിലുണ്ട്. ഒന്ന് ഡിറ്റർമിനിസ്റ്റിക്കും 2 പ്രോബബിലിസ്റ്റിക്കും. ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതത്തിൽ നോഡ്സിൻ്റെ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ പ്രോസസ്സേഴ്സിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും എടുത്തിട്ടായിരിക്കും അൽഗോരിതം വർക്ക് ചെയ്യുക. പ്രോബബിലിസ്റ്റിക് അൽഗോരിതം സ്റ്റാറ്റിക്കായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് എടുക്കുക. മീൻസ് നമ്പർ ഓഫ് നോഡ്സ്, പ്രോസസ്സിങ് കേപ്പബിലിറ്റി, ഏത് ടോപ്പോളജിയാണ് യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം വെച്ചിട്ടാണ് പ്രോബബിലിസ്റ്റിക് അൽഗോരിതം വർക്ക് ചെയ്യുക. മീൻസ് ഈ ഇൻഫർമേഷനൊന്നും മാറ്റം കാണില്ല. രണ്ടാമത്തത് ഡൈനാമിക് ലോഡ് ബാലൻസിങ് ആണ്. ഇത് ജോബ് അസൈൻ ചെയ്യുന്നത് റൺ ടൈമിലാണ്. റൺ ടൈമിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി സിസ്റ്റത്തിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്, മീൻസ് ലോഡ് കൂടുതലാണെങ്കിലോ ലോഡ് കുറവാണെങ്കിലോ അതനുസരിച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് ഡൈനാമിക് ലോഡ് ബാലൻസിങ്ങിന്. ലോഡ് കൂടുതലാണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ മൈഗ്രേറ്റ് ചെയ്യിക്കും. ഡൈനാമിക് ലോഡ് ബാലൻസിങ്ങിൽ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് ഡിസിഷൻസ് എടുക്കുന്നത്. കാര്യം അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ ലോഡ് കൂടുതലാണോ ലോഡ് കുറവാണോ എന്നുള്ളത്. ഡൈനാമിക് ലോഡ് ബാലൻസിങ്ങിനെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യും. സെൻട്രലൈസ്ഡ് ലോഡ് ബാലൻസിങ്ങും അതുപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ബാലൻസിങ്ങും. സെൻട്രലൈസ്ഡ് ലോഡ് ബാലൻസിങ്ങിൽ ഷെഡ്യൂളിംഗ് ഡിസിഷൻസ് എല്ലാം ക്യാരി ഔട്ട് ചെയ്യുന്നത് ഒരു സിംഗിൾ സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഇത് എഫിഷ്യൻ്റ് ആയിരിക്കും. എപ്പോഴും വേണമെന്നുണ്ടെങ്കിലും സിംഗിൾ സിസ്റ്റം അവൈലബിളും ആയിരിക്കും. ഡ്രോബാക്ക് എന്ന് പറയുന്നത് ബോട്ടിൽ നെക്ക് പോലുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ പാടായിരിക്കും. അതുപോലെ നോഡ് ക്രാഷോ മറ്റോ ചെയ്തു കഴിഞ്ഞാലും ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഡിസ്ട്രിബ്യൂട്ടഡ് അൽഗോരിതത്തിലാണെന്നുണ്ടെങ്കിൽ അസൈൻമെൻറ്റ് പ്രോസസ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയസ് നോഡ്സിൻ്റെ ഡിസിഷൻസ് അനുസരിച്ചിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക.
ഡിസ്ട്രിബ്യൂട്ടഡ് അൽഗോരിതം ഷെഡ്യൂളിംഗ് ഡിസിഷൻസ് മേഡ് ചെയ്യുന്നതും ഇൻഡിവിജ്വൽ നോഡ്സ് തന്നെ ആയിരിക്കും. ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ലോഡ് ബാലൻസിങ് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു, കോപ്പറേറ്റീവും അതുപോലെ നോൺ കോപ്പറേറ്റീവും. കോപ്പറേറ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിലാണ് ഡിസിഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ നോഡ്സും തമ്മിൽ കോപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും ഡിസിഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അതേസമയം നോൺ കോപ്പറേറ്റീവ് അൽഗോരിതത്തിലാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ഡിസിഷൻസ് വെച്ചിട്ടായിരിക്കും ആ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ഓവർഹെഡ്സ് ഉണ്ടാവും.